ബിഗ് ബോസ് മലയാളം സീസൺ 7 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉഷാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഇന്നൊരു തണുത്ത ഒരു ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ വളരെ നിരാശ തോന്നിയ ഒരു എപ്പിസോഡാണ്. എങ്കിലും നമ്മൾ ഡെയിലി ചെയ്യണോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡ് പോലെ തോന്നി. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ലാത്തൊരു എപ്പിസോഡ് പോലെയൊക്കെ തോന്നി. എന്തായാലും ഇന്ന് സംഭവിച്ച കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹൗസിലെ കിച്ചൺ ടീമിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ആ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബിന്നിയായിട്ടുള്ള പ്രശ്നം, ഒരു ചൂലിൻ്റെ പ്രശ്നം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച കാര്യങ്ങളാണ്. എന്നാലും ബാത്റൂമിൽ ഉപയോഗിച്ച ചൂലുപയോഗിച്ചു, അത് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അനീഷിനോട് ഞാൻ സംസാരിച്ചു എന്ന് ബിന്നി പറയുന്നുണ്ട്. അനീഷാണെങ്കിൽ കിച്ചണിലേക്ക് ആരെയും കയറ്റുന്നില്ല. അനീഷ് പറയുന്നു, ഞാനിവിടെ ക്യാപ്റ്റനാണ്, അതുകൊണ്ട് ഈ കിച്ചണിലേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെയൊക്കെ പറയുന്ന അനീഷ്? അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചൺ ടീം വന്ന് പുതിയ ആഴ്ചയിലെ കിച്ചൺ ടീമിനെ കുറ്റം പറയുന്നു. ഒനിയൻ വന്നിട്ട് നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് ആരോ എന്തോ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒനിയൻ പറയുന്നുണ്ട്, അക്ബർ ആണ് എന്നെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, അത് ശരിയാണോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് വേണോ, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചൊരു വാണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ സരികയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഭക്ഷണത്തിൻ്റെ പ്രശ്നം? അപ്പോൾ എല്ലാവർക്കും മധുരമിട്ട ഗോതമ്പ് ദോശ കൊടുത്തു, ജിസേൽ മാത്രം പൊട്ടറ്റോ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് 2 സ്പൂൺ വീതമാണ് ചോറ് കൊടുത്തത് എല്ലാവർക്കും, അത് ശരിയായില്ലെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അനീഷ് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് കിച്ചൺ ടീമാണ് ഇന്ന് ആദ്യം തന്നെ വന്ന് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാലേട്ടൻ നെവിനോടാണ് ചോദിക്കുന്നത്. നെവിനോട് പറയുന്നുണ്ട്, പൊട്ടറ്റോ എടുത്ത് ചൂടാക്കി രാത്രി കഴിക്കുന്നു, നമ്മുടെ തക്കാളി എടുത്തിട്ട് അത് ജ്യൂസാക്കി കഴിക്കുന്നു, അതിലൊരാൾ വന്ന് അത് കുടിച്ചിട്ട് പിന്നെ ഞാൻ ഈ കട്ടെടുക്കുന്നതിൽ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ നൂറയാണ്. നൂറ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നെവിനോട് പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഇതിങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല, ഇത് വാണിനാണ്. അപ്പോൾ ലാലേട്ടൻ ഞാൻ ഇനി ചെയ്യില്ല. ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷേ ഇത് ഞങ്ങളിവിടെ സമ്മതിച്ചു തരില്ല, ഇത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ കരുതിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അഭിലാഷിനോട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചൺ ടീം, കുക്കിംഗ് ടീം എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ അഭിലാഷ് നന്നായി, നല്ല കുക്കിംഗ് ടീമാണ് അല്ലെങ്കിൽ കിച്ചൺ ടീമാണ്. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മുടെ അനീഷ് കിച്ചൺ ടീമിലേക്ക് കയറ്റില്ല. അത് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ആ ടീമിലേക്ക് കയറ്റില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രശ്നമായിട്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അക്ബർ എന്തായി, ഒരാഴ്ചയായിട്ട് നമ്മുടെ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബർ പറഞ്ഞ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ രേണു പറഞ്ഞ്, ലാലേട്ടൻ അതെൻ്റെ മനസ്സിലൊരു മുറിവായിപ്പോയി. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ മുറിവിലേക്ക് കുറച്ചുകൂടി എരുതിയിൽ എണ്ണ ഒഴിച്ച ഒരാളും കൂടി ഉണ്ടായല്ലോ, ഷാരികയാണ്, ആര് നീ ക്ഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഷാരിക രേണുവിനോട് പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞു, ഞാനത് കേട്ടായിരുന്നു എന്ന് പറഞ്ഞ് ഷാരികനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിനുശേഷം അക്ബർ രേണുവിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ചെയ്തതെന്നുള്ളത് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ രേണുവിന് പാട്ട് പാടി കൊടുക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെ നല്ല രസമായിട്ട് തോന്നി. ഇതൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ പറഞ്ഞു, ക്ഷമിക്കുന്നത് വലിയൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു, അത് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊന്നും ആരെയും പറയരുത് എന്ന് രേണു പറയുന്നുണ്ട്. അക്ബർ വന്ന് രേണുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ നോമിനേഷനായിട്ടുള്ള അവരെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നുണ്ട്. അതിനകത്ത് 1-2 പേരെ സേവ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റോറീനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആരുടെ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? എല്ലാവരും പറഞ്ഞു എല്ലാവരും ഇഷ്ടമായി. എങ്കിലും അനീഷിന് ആരുടെ ലൈഫ് സ്റ്റോറിയാണ് ഇഷ്ടമായി എന്ന് ചോദിക്കുമ്പോൾ ഷാരികയുടെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാരികയോട് ചോദിക്കുമ്പോൾ അഭിലാഷിൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട്.
അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിൽ കിച്ചൺ ക്യാപ്റ്റനാണ് അനീഷ്, ഷാനവാസ് ഹൗസ് ക്യാപ്റ്റനാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്താണ് ഷാനവാസ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ അനീഷ് ഇടപെടും, ഞാനാണോ ക്യാപ്റ്റൻ, ഷാനവാസാണോ ഞാനാണോ ക്യാപ്റ്റൻ, നമ്മുടെ അനീഷാണോ ക്യാപ്റ്റൻ എന്ന് വരെ തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസ് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് ഇടപെടേണ്ട കാര്യത്തിലൊന്നും ഷാനവാസ് ഇടപെടാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടതെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാണോ? ഓരോരുത്തർക്കും ഓരോ ക്യാപ്റ്റന്മാർക്കും ഓരോ ചുമതലയുണ്ട്, അത് ചെയ്താൽ പോരെ എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് വഴക്കിടുമ്പോൾ നടക്കുമല്ലോ, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും സംസാരിക്കുന്ന. അനീഷിൻ്റെ കൂടെ വഴക്കിടുന്നവരും പുറകെ നടന്ന് ഓടിയൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അനീഷ് ഇങ്ങനെ നടക്കണത്, ഒരു പ്രത്യേക രീതിയിലുള്ള നടത്തം എന്താണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിലാക്സിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതെ അതെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു നെവിൻ കിച്ചണിൽ കയറണത് കക്കാൻ മാത്രമേ കയറാറുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി വീണ്ടും ഇത് ആവർത്തിക്കരുതെന്ന് എല്ലാവരുടെ പിന്നെയും പറയുന്നുണ്ട്. അതുപോലെ അവരവരുടെ പ്ലേറ്റുകൾ, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചതൊക്കെ ഞാൻ വീട്ടിൽ ഞാൻ തന്നെ കഴുകുന്നത്. അപ്പോൾ നെവിൻ പറയുന്നത്, ആ ലാലേട്ട അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്കും ആഗ്രഹം, എന്നെ ഇവിടെ ഒരു അമ്മക്കിളിയായിട്ടാണ് എല്ലാവരും കരുതുന്നത്, പാത്രങ്ങൾ കൊണ്ടുവന്നിടുമെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ക്യാപ്റ്റൻ സ്ഥാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ഷാനവാസ് നല്ല ക്യാപ്റ്റനായിരുന്നു, അനീഷ് പോരാ എന്നാണ് പറയുന്നത്. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 3 പേരുണ്ട്, നമ്മുടെ ജിസേൽ, ആര്യൻ, അഭിലാഷ്. അപ്പോൾ ജിസേൽ ജയിക്കുമെന്ന് സരിക പറയുന്നുണ്ട്, അഭിലാഷ് ജയിക്കുമെന്ന് ആദില അന്നൂറ പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാം. അങ്ങനെ 3ാമത്തെ ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് സൈക്കിൾ യജ്ഞം എന്നാണ് പേര്. അവിടെ ഒരു വലിയ റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു സൈക്കിളുകൾ 3 ഉണ്ട്. ആ സൈക്കിളിൽ 3 പേര് ഇരിക്കുക. അതിനുശേഷം ആ സൈക്കിളിന് ആ റൗണ്ടിന് പുറത്തേക്ക് ഒരാളെ ബുദ്ധി ഉപയോഗിച്ച് പുറത്താക്കുക. അവസാനം ആ റൗണ്ടിൽ വരുന്ന ആരാണോ സൈക്കിൾ ഓടിക്കുന്നത് അയാളായിരിക്കും ക്യാപ്റ്റൻ. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ആര്യൻ അഭിലാഷിനെ ഔട്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജിസേലിനെയും ഔട്ടാക്കുന്നുണ്ട്. ആര്യൻ അങ്ങനെ ക്യാപ്റ്റനായി. ലാലേട്ടൻ പുതിയ ക്യാപ്റ്റനെ ആര്യനെ അഭിനന്ദിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നോമിനേഷനിലുള്ളവർ എഴുന്നേൽക്കാൻ പറയുന്നു, ഓരോരുത്തരായിട്ട് സേഫാണെന്ന് പറയുന്നു. അവസാനം നമ്മുടെ ശൈത്യ വരുന്നു. ശൈത്യ മാത്രം വന്നപ്പോൾ ശൈത്യ പോകും എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് വിഷമിച്ചൊക്കെ ഇരിക്കണമായിരുന്നു. പക്ഷേ നോ എവിക്ഷൻ എന്നുള്ള ആ ഒരു കാർഡ് ലാലേട്ടൻ കാണിച്ചു. ഇന്ന് ആരും എവിക്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ഇത് അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നില്ല, അടുത്ത പ്രാവശ്യം ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ആരും എവിക്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് ശരി ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയി. അത്രേ ഉണ്ടായുള്ളൂ ഇന്ന് ലാലേട്ടൻ. എന്താണെന്ന് അറിയില്ല, ലാലേട്ടൻ പെട്ടെന്ന് പോയി. പിന്നെ അരമണിക്കൂർ കൂടി ഉണ്ട് പിന്നെയും എപ്പിസോഡ് കാണിക്കാൻ. ആ അരമണിക്കൂറിൽ പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ശൈത്യനെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചല്ലോ അവസാനം വരെ നിന്ന് ശൈത്യ. അപ്പോൾ ശൈത്യ ഔട്ടാവുമെന്ന് വിചാരിച്ചിരുന്നുകൊണ്ടായിരിക്കാം ശൈത്യ കരയുന്നുണ്ട്, എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, അനു ആശ്വസിപ്പിക്കുന്നുണ്ട്, നെവിൻ വന്ന് താങ്ക്സ് പറയുന്നുണ്ട് ക്യാമറയോട്. അതുപോലെ അനുവിനോട് ശൈത്യ പിന്നെ പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കരുതെന്ന് ഈ ഹൗസിലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അനു പറഞ്ഞ് എന്നിട്ട് നീ സംസാരിക്കുമോ, പിന്നെ ഒന്ന് പോയി ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് ശൈത്യ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശൈത്യ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അനു ശൈത്യയോട് പറയുന്നുണ്ട്, നീ അപ്പാനിനോട് മിണ്ടാണോ എന്നൊന്നും നീ പറയരുത്, എനിക്കത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശൈത്യ ചെന്നിട്ട് സരികയോട് പറയുന്നുണ്ട്, എനിക്ക് ഈ ഹൗസിലെ ഗ്രൂപ്പുകളൊക്കെ ഇഷ്ടമാണ്, എനിക്ക് വളരെയധികം എല്ലാവരോടും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ അനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അനു കഴിഞ്ഞ ദിവസം അപ്പാനി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അനു അത് കൊടുത്തില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമായില്ല എന്നൊക്കെ അനുവിനെതിരെ നമ്മുടെ ശൈത്യ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബശ്രീ ടീമായ നമ്മുടെ അക്ബറും അപ്പാനിയും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവരാണല്ലോ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്, ജഡ്ജ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അനു നല്ല ഗെയിമറൊക്കെയാണ്. അപ്പോൾ അത് അക്ബറ പറയുന്നത്. അന്നേരം അപ്പാനി പറയുന്നുണ്ട് ഇത് അനു ഫേക്കാണ്, അതിന് എത്രയോ ഭേദമാണ് ഈ രേണി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സരിക വന്നിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ ഒരു വ്യത്യസ്തനായിട്ടാണ് നിൽക്കുന്നത്. ഷാനവാസ് സരികയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല, അവിടെ എനിക്ക് കംഫർട്ടല്ല എന്ന് പറയുന്നുണ്ട് സരികയോട്.
പിന്നെ ആര്യ 4 ടീമിലേക്ക് വേണ്ടിയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ആരൊക്കെയാണ് ഓരോ ടീമിലുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശൈത്യ ജിസേലിനോട് പറയുന്നുണ്ട്, അന്ന് നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ജിസേൽ ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല, അതിനും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതിൽ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയാൻ ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നേ ഇല്ല, ആ പറഞ്ഞതുപോലെ ഞാൻ കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശൈത്യയുടെ കളി ഇവിടെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തുടരും. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ബൈ.